മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ വെച്ച് മരണപ്പെട്ട ഒരാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് PDF ആയിട്ട് മൊബൈലിലൂടെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണപ്പെട്ടതെങ്കിൽ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നോക്കേണ്ടത്. സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനുമായിട്ട് നിങ്ങളെ ഗൂഗിളോ ക്രോമോ അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക. എന്നിട്ട് KSmart എന്ന് സെർച്ച് ചെയ്യുക. KSmart. സെർച്ച് ചെയ്യുമ്പോൾ അതിൽ ഇതേപോലെ ഒരു വെബ്സൈറ്റ് കാണാം. ksmart.lstkerala.gov.in എന്ന് പറഞ്ഞാണ്ട് അത് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ ഈ ക്വിക്ക് സർവീസസ് എന്നുള്ള ഓപ്ഷനിലുണ്ടാവും ഫൈൻഡ് സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യാം. അതിലിവിടെ ആയിട്ട് കാണാം ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ ആൾ മരണപ്പെട്ട ജില്ല ഏതാണോ ആ ജില്ല സെലക്ട് ചെയ്യാം. അതിന് താഴെ മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ ഏത് ടൈപ്പ് ലോക്കൽ ബോഡിയിൽ വെച്ചാണ് മരണപ്പെട്ടത് അത് സെലക്ട് ചെയ്യാം. ശേഷം ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുക. ഏത് ലോക്കൽ ബോഡി ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ശേഷം ആളെ ജെൻഡർ സെലക്ട് ചെയ്യുക. ആണോ പെണ്ണോ അത് സെലക്ട് ചെയ്യുക. മെയിലോ ഫീമെയിലാണ്. അതിന് താഴെ ഡേറ്റ് ഓഫ് ഡെത്ത്, അതായത് മരണപ്പെട്ട ഡേറ്റ് സെലക്ട് ചെയ്യുക. ഈ വർഷത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വർഷങ്ങളൊക്കെ അവിടെ ഫുള്ളായിട്ട് കാണാം. അതിന് ഏതാണ് വർഷം എന്നുണ്ടെങ്കിൽ ആ വർഷം സെലക്ട് ചെയ്യാം. ശേഷം ഇതിൽ നിന്നും മാസം സെലക്ട് ചെയ്യാം. എന്നിട്ട് അതേപോലെ ഇതിൽ നിന്ന് ഡേറ്റും സെലക്ട് ചെയ്യാം. ഡേറ്റിന് താഴെയായിട്ട് ഡിസീസ്ഡ് നെയിം എന്നുള്ളടത്ത് മരണപ്പെട്ട ആളുടെ പേരാണ് കൊടുക്കേണ്ടത്. അതായത് ഇംഗ്ലീഷ് നെയിമിൻ്റെ ഏതെങ്കിലും അടുപ്പിച്ച് വരുന്ന 3 ലെറ്റേഴ്സാണ് കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ മുഹമ്മദ് എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഫസ്റ്റത്തെ MUH അങ്ങനെ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ MED. അതേപോലെ എങ്ങനെയാണോ അവിടെ റെക്കോർഡുകൾ കൊടുത്തിരുന്നത് അതേപോലെ തന്നെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന സെർച്ചിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഡേറ്റ് പേരൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ അതേപോലെ സർട്ടിഫിക്കറ്റ് വരും. ഇവിടെ ഡേറ്റ് ഓഫ് ഡെത്ത്, അതേപോലെ മരിച്ച ആളുടെ പേര്, അയാളുടെ മദറിൻ്റെ, ഫാദറിൻ്റെ, ഹസ്ബൻഡിൻ്റെ ആരുടെ പേരെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണും. എന്നിട്ട് ഇവിടെ ജസ്റ്റ് അതിന് മുകളിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡെത്ത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ വരും. ഇവിടെ മുകളിലായിട്ട് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഡെത്ത് സർട്ടിഫിക്കറ്റ് PDF ആയിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാം നോക്കിയിട്ട്. ഇനി നിങ്ങൾ മുമ്പ് ഇതേപോലെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ വെച്ച് മരണപ്പെട്ട ഒരാളുടെ ഡൗൺലോഡ് ചെയ്തതാണെങ്കിലും ഈ പുതിയ വെബ്സൈറ്റിൽ ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യാം. കാരണം പഴയ സർട്ടിഫിക്കറ്റ് പോലെയല്ല ഇപ്പോഴത്തെ സർട്ടിഫിക്കറ്റ്. ഡിസൈനും മോഡലും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക.